നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു സിമ്പിൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു 1 kg ചിക്കനാണ്. ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്. ഒരു 5-6 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കണം. ഒന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കളയരുത്. ഈ പരുവത്തിലൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു 4 സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് 3 കപ്പ് ബസ്മതി റൈസാണ്. കഴുകി വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ 1 കപ്പ് മല്ലിയില എടുക്കണം. അതേപോലെ തന്നെ 1 കപ്പ് പുതിനയിലയും എടുക്കണം. അടുത്തതായി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് പെപ്പർ പൗഡർ, 3 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഉപ്പും ആഡ് ചെയ്യുക. ഇന്ന് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് കുക്കറിനകത്താണ്. അതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യും അതേ അളവിൽ തന്നെ എണ്ണയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. ഒന്ന് അത്യാവശ്യം ചൂടായതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർക്കണം. ഞാനൊരു 5 ഏലക്ക എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് പൊട്ടിച്ചിട്ടിടുക. പിന്നെ ചെറിയൊരു വലുപ്പത്തിന് പട്ട, ഒരു 6-7 ഗ്രാമ്പുമാണ് എടുത്തിരിക്കുന്നത്. അതിന് ഒന്ന് ലൈറ്റായിട്ടൊരു 10-15 സെക്കൻഡ് ഇളക്കിയതിന് ശേഷം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യുക. അതൊന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് കളർ നന്നായിട്ട് വഴന്ന് വരാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത്യാവശ്യം ഒന്ന് ബ്രൗൺ കളറായിട്ടുണ്ട്. ഞാൻ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ആഡ് ചെയ്തു. അതിനോടൊപ്പം തന്നെ തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. 2 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തോട്ട് ആഡ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരു 3-4 മിനിറ്റ് അതൊന്ന് ചെറിയ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പം ആ സമയം കൊണ്ട് നമ്മൾ അതിനകത്ത് ഒഴിക്കാനുള്ള വെള്ളം റെഡിയാക്കുക. ചൂടുവെള്ളം ഒഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 1 കപ്പ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ 3 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനകത്തോട്ടേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കുക. ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ നീര് നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നീട് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യുക. പാകത്തിനാണെന്ന് നോക്കുക. പുതിനയില ഇടുക. അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഇടുക. നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം നമ്മൾ വെള്ളം വാലാൻ വെച്ചിരിക്കുന്ന അരി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അരി ഇട്ടതിന് ശേഷം അരിയൊന്ന് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ, അതായത് വെള്ളം തൊട്ട് മുകളിൽ വരുന്ന വിധത്തിൽ നമ്മൾ അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. വല്ലാണ്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അരി പൊട്ടും. അപ്പോൾ അത് ഇല്ലാണ്ട് നോക്കുക. വെള്ളം അത്യാവശ്യം അരിയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം വയ്ക്കാനായിട്ട്. ശേഷം കുക്കറിൻ്റെ മൂടി വയ്ക്കുക. ഒരു വിസിൽ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് ഓപ്പൺ ചെയ്തിട്ട് അത് വെന്തിട്ടുണ്ടോ നോക്കുക. പിന്നീട് ഞാൻ കുറച്ച് കാഷ്യൂനട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. പിന്നെ ഇതുപോലെ അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സിന് ശേഷം നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.